നാടിന്റെ ജലസ്രോതസ് വരെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മണ്ണെടുപ്പ് തുടരുന്നതോടെ വലിയ ആശങ്കയിലാണ് കോഴിക്കോട് പോഴിക്കാവിലെ ജനങ്ങൾ. പൊടി മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രദേശവാസികളെ പ്രധാനമായും അലട്ടുന്നത്. വെള്ളമില്ലായ്മ വേറെയുമുണ്ട്. മണ്ണുമായി ടോറസ് ലോറികൾ ഉൾപ്പെടെ വന്നു പോകുന്നതോടെ റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ്. അശാസ്ത്രീയമായ മണ്ണെടുക്കൽ മൂലം ഇല്ലാതാകുന്നത് പോഴിക്കാവ് കുന്ന് മാത്രമല്ല, പ്രദേശവാസികളുടെ ആരോഗ്യം കൂടിയാണ്. കഴിഞ്ഞ 9 മാസമായി പൊടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് പോഴിക്കാവിലെ പ്രദേശവാസികളിൽ പലരും. ആദ്യം എൻ്റെ മോനൊരു ശ്വാസം മുട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതും ഇപ്പോൾ അലർജീൻ്റെ കംപ്ലൈൻറ്റ് വന്നതാണ് ഈ പൊടി കാരണം. നാൽക്കാലിക്ക് വരെ സൗകര്യമില്ല എന്നുള്ള മട്ടിലപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ നായൊക്കെ അനുസരിച്ച് കുറേ അടുപ്പിച്ച് വണ്ടി പോയി കഴിഞ്ഞാൽ ചാടിക്കളിക്കുക ചെയ്യാം. എന്നിട്ട് അതിനെ ചുറ്റും മറിച്ച് വെച്ചാലും ഇതില്ല, അത്രയും പൊടിയുണ്ടുള്ളത്. ഈ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോയാൽ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. മഴ പെയ്താൽ പിന്നെ ഇവിടെ ചളിക്കുളമായി മാറും. പരിസരത്തെ വീടുകളിലേക്കടക്കം പൊടിയെത്തുന്നതോടെ കിണറുകളിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. കൂടാത്തതിന് കിണറിലെ വെള്ളവും വറ്റി തുടങ്ങിയെന്നും പ്രദേശവാസികൾ പറയുന്നു. നല്ലതായിട്ട് വെള്ളമുള്ള കിണറുകളായിരുന്നു. ഇപ്പോൾ ഈ മല ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങിയ ആ സമയം തൊട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി വെള്ളത്തിനൊക്കെ. ഈ മഴ നന്നായിട്ട് പെയ്തല്ലോ നാളൊക്കെ, അപ്പോൾ കിണറിലേക്ക് ചാളി ഇറങ്ങിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് പോയി. ഏറ്റവും വലിയ വാട്ടർ ടാങ്കായ ഈ മലയിൽ മഴക്കാലത്ത് സംരക്ഷിക്കപ്പെടുന്ന വെള്ളമാണ് ഇവിടെയുള്ള കിണറുകളിലേക്കും മറ്റും കിനിഞ്ഞിറങ്ങുന്നത്. കുന്നിടിക്കുന്നതിന്റെ പരിണിത ഫലമായി ഇവിടെ ഉരുൾപൊട്ടലിന് വരെ സാധ്യതയുണ്ടെന്ന് പൗരാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ PA പൗരൻ പറഞ്ഞു. ഇത് ഏറ്റവും വലിയ വാട്ടർ ടാങ്കാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കപ്പെടുകയാണ് മഴക്കാലത്ത്. ആ വെള്ളം മഴക്കാലം കഴിയുമ്പോൾ കിനിഞ്ഞിറങ്ങുകയാണ് ചെയ്യുന്നത്, പെർക്കുലേറ്റ് ചെയ്യുകയാണ്. ആ പെർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പുഴകളിലും ഇവിടെയുള്ള തോടുകളിലും കിണറുകളിലും അതേമാതിരി ചെറിയ അരുവികളിലുമായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും, പെർപ്പച്വലായിട്ട് ഫ്ലോ ചെയ്യും. അടുത്ത ജൂൺ വരെ അത് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പച്ചപ്പ് നിലനിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് വലിയൊരു ജനവാസ കേന്ദ്രമാണ്. അവിടെ ഇതേമാതിരി ഒരു ഉയർന്ന പ്രദേശത്ത് മണ്ണിടിച്ചിൽ നടത്തിയാൽ അടുത്ത മഴക്കാലത്ത് ഉറപ്പായിട്ടും ആ മണ്ണെല്ലാം കൂടി ഒന്നിച്ച് അല്ലെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന പാറയും മണ്ണും കൂടി ഒലിച്ചിറങ്ങി താഴേക്ക് വരികയും ഈ വീടുകളിൽ അധിവസിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്ന സംഭവങ്ങളുണ്ടാകാം. പുതുതലമുറ കൂടി ഈ ദുരിതം പേറാതിരിക്കാൻ അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. കഴിഞ്ഞ 9 മാസത്തോളമായി ആരോഗ്യ പ്രശ്നങ്ങൾ തങ്ങളെ അലട്ടുന്നുണ്ടെന്നും നവംബറോടെ തന്നെ കിണറുകളിലെ വെള്ളം വറ്റിത്തുടങ്ങിയെന്നും നാട്ടുകാർ പറയുന്നു. പ്രതികരണത്തിൽ ഈ മണ്ണെടുക്കുന്നത് നിർത്തി തരിക, ഈ മണ്ണ് പാറുന്നത് ഒഴിവായി കിട്ടുക. ഇത് നിർത്തി കിട്ടിയാൽ ഞങ്ങൾക്ക് റോഡിൻ്റെ പണിയാവും. അതും കൂടി ഇപ്പം നിന്ന് കിടക്കുകയാണ്. എന്നിട്ടിപ്പോഴത്തേക്ക് അത് കയ്യേന്. അപ്പോൾ പല ബുദ്ധിമുട്ടുമുണ്ട്. മഴയായാലും ഞങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, വെയിലായാലും നടക്കാൻ കഴിയില്ല. വെയിലായിട്ട് ഇപ്പം നിങ്ങൾ തന്നെ നേരിട്ട് കാണുന്നുണ്ടല്ലേ, ഒരു ബൈക്ക് പോയാൽ ആ പ്രദേശത്താരും നിൽക്കണ്ട, അതാണ് ഈ അവസ്ഥ. പിന്നെ മഴ പെയ്താൽ അത് അത്രയും പോരാ, തീരെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ഇവിടെ താഴെ ഒരു സ്കൂളുണ്ട്, സ്കൂളിലേക്ക് വണ്ടി ഇതിലിയാ പോവുക, കുട്ടികളെ മേലെ ചളിയൊക്കെ തെറിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് മെയ് മാസത്തിലാണ് വരൾച്ച അധികം ബാധിക്കൽ. ഇപ്പോൾ നേരത്തെ ബാധിച്ച് നവംബറിൽ വെള്ളം വറ്റി തുടങ്ങി, തീരെയില്ല. വിവരങ്ങൾ നൽകാൻ ലക്ഷ്മിപ്രിയ ഉണ്ട് കോഴിക്കോട് നിന്നും. ലക്ഷ്മി, ഈ അശാസ്ത്രീയ മണ്ണെടുപ്പ് മൂലം ഒരു പ്രദേശം മുഴുവൻ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്നു എന്നതാണ്. കൂടാതെ റോഡ് പണി മുടങ്ങി കിടക്കുന്ന അവസ്ഥയും. നാട്ടുകാരുടെ ദുരാവസ്ഥ എന്ന് തീരും? ഇതിനെതിരെയുള്ള പ്രതിഷേധം കടുക്കുന്നുമുണ്ടല്ലോ. വിവരങ്ങൾ ലക്ഷ്മി. 9 മാസമായി ചേളന്നൂരിൽ മണ്ണെടുപ്പ് തുടരുകയാണ്. ഇതിനിടെ പലതവണ പലർക്കും ഇത്തരത്തിൽ ഒരു പൊടി മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് പലരും. ഇതിനെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ കുട്ടികൾക്ക് അടക്കമാണെങ്കിൽ ശ്വാസ സംബന്ധമായ കുറേ ബുദ്ധിമുട്ടുകൾ ഇതേ തുടർന്ന് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോഡിന്റെ ഭാഗത്തേക്കെല്ലാം മണ്ണ് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സമയത്ത് തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ചളി നിറഞ്ഞതിന് ശേഷം ആളുകൾക്ക് പോലും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ നാട്ടുകാർ നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നാടിന് തന്നെ ജലസ്രോതസ്സായിട്ടുള്ള ഈ ഒരു കുന്ന് ഇടിക്കുന്നതോടുകൂടി ഇവിടേക്ക് എത്തുന്ന വെള്ളം പോലും ഇല്ലാതാകുമെന്ന ഭയവും ഈ നാട്ടുകാരെ അലട്ടുന്നുണ്ട്. ശരിക്കും മെയ് മാസത്തിലാണ് കൂടുതലായിട്ടും ഇവിടെ വരൾച്ച നേരിടാറുള്ളത്. എന്നാൽ
ഇപ്രാവശ്യം അത് നവംബറോട് കൂടി തന്നെ ഇവിടെ വരൾച്ച നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുന്നുകൂടി ഇടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തീരെ വെള്ളം ലഭിക്കില്ല എന്നുള്ള ഒരു ആശങ്ക കൂടി ഇവരെ അലട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഇത്തരത്തിലൊരു മണ്ണിന്റെ ഖനനം ആരംഭിച്ചതോടുകൂടി ഇവിടെയുള്ള റോഡിന്റെ പണി ഇപ്പോൾ നിർത്തിവെച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരെ അലട്ടുന്നുണ്ട്. ഏതായാലും ഇവർ ഇപ്പോൾ അതായത് ഇത്തരത്തിലൊരു മണ്ണെടുക്കുന്നതിനെതിരെ പലതവണ പ്രതിഷേധിച്ചിരുന്നു. ഇതിനെതിരെ ഖനനം നിർത്തിവെച്ചിരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ കൂടുതൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇതിനെതിരെ ഇപ്പോഴും നാട്ടുകാരും അതുപോലെ തന്നെ സമിതികളും എല്ലാം ഇപ്പോൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണുള്ളത്.